നമുക്കൊരു കടല റോസ്റ്റ് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ കറുത്ത കടല ഉപയോഗിച്ചിട്ട് കടല റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമുക്ക് വെളുത്ത കടല ഉപയോഗിച്ചിട്ട് കടല റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു നമ്മുടെ കറുത്ത കടലയുടെ ടേസ്റ്റ് അല്ല, ഇതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറുത്ത കടല ഉപയോഗിച്ചിട്ട് കടല റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ തക്കാളി ചേർക്കാറില്ല. പക്ഷെ ഈ വെള്ള കടല ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തക്കാളി ചേർത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. ആ തക്കാളിയുടെ ചെറിയ പുളിയും കൂടി വന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കടല റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ കടല റോസ്റ്റ് റെഡിയാക്കുക എന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള അളവുകളാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 കപ്പ് കടല എടുത്തിട്ടുണ്ട്. പകുതി വേറെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 1.5 കപ്പ് കടലയ്ക്കുള്ളതെന്ന് പറയുന്നത്. 1.5 കപ്പ് കടലയ്ക്ക് നമുക്ക് 3 സവോള വേണം, ഒരു തക്കാളി പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒരെണ്ണം മതി. ഒരു 3 തണ്ട് കറിവേപ്പില, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക്. ബാക്കി പൊടികൾ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഈ കടല കുക്ക് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത കടലയാണ്. അപ്പോൾ 8 മണിക്കൂർ സോക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്താലും 5 വിസിലുകൊണ്ട് നമുക്ക് ഈ വൈറ്റ് കടല കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ കടല കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ് ടൈം നമുക്ക് കിട്ടുന്ന കടല അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ കടല ഒരു 4 വിസിലൊക്കെ ആകുമ്പോൾ കുക്കായി കിട്ടും. സാധാരണ ഞാൻ വാങ്ങിക്കാറുള്ള കടല, അപ്പോൾ ഇത് പുതിയ പാക്കറ്റാണിത്, യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ 4 വിസിലാകുമ്പോൾ ഞാൻ തുറന്ന് നോക്കും. അതിനുശേഷം കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1-2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തെറിച്ച് വരും. അതുകൊണ്ട് കടലയുടെ ആ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഈ കടല റോസ്റ്റിന് സവോള മുറിക്കുമ്പോൾ കനം കുറച്ച് മുറിക്കാം കേട്ടോ. നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചില റെസിപ്പികളിൽ കാണിച്ചു തരാറില്ലേ, ഇതുപോലെ ഒന്ന് ചരിച്ച് മുറിക്കുക എന്നുള്ളത്. ഈ രീതിയിൽ മുറിച്ചെടുക്കാം. കനം കുറവായിരിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. നീളത്തിലാണെങ്കിലും കനം കുറച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നമ്മൾ കുറേ സമയം വഴറ്റിയെടുക്കണം. സവോള മുറിക്കുന്നത് കനം കൂടിയിട്ടാണെങ്കിൽ സവോള വഴന്ന് വരാനായിട്ട് സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് കനം കുറച്ച് മുറിക്കുക എന്ന് പറയുന്നത്. പിന്നെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർക്കുക. മുറിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുണ്ടോ, ഇതുപോലെയാണ് ഞാനിപ്പോൾ സവോള മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവോള മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്യട്ടെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കട്ടെ. അതിന് ആ സമയമാകുമ്പോൾ നമ്മുടെ കടലയും കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് പ്രഷർ കംപ്ലീറ്റ് പോയിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് കുറച്ച് വെളിച്ചെണ്ണ അധികം വേണം. ഇതിലേക്ക് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, തേങ്ങാക്കൊത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ചില സമയത്ത് നമ്മുടെ കറുത്ത കടല റോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ആദ്യം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. 1 ടീസ്പൂൺ കടുക്. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നന്നായിട്ട് ചതച്ചിട്ടില്ല, ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടുള്ള വെളുത്തുള്ളി. ഇഞ്ചി ഒരുവിധം നന്നായി ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് വറ്റൽമുളക് മുറിച്ചത് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ്സ് വരാറുണ്ട് ഞാൻ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെളിച്ചെണ്ണ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അത് പാനിലേക്ക് ഒഴിക്കുമ്പോൾ കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വെളിച്ചെണ്ണയുടെ അളവ് കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, മുറിച്ച് വെച്ചിരിക്കുന്ന സവോള,
പിന്നെ ചില കറികളിൽ നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അത് ചില കറികളിൽ മാത്രം, എല്ലാ കറികളിലും നമ്മൾ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കളർ മാറി വരണം. സവോളയുടെ കളർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ചേർക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞ് വറ്റൽമുളക് ചേർത്തില്ല, ആ സമയത്താണ് തേങ്ങ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നിനി കളർ മാറി വരട്ടെ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ സവോള ഇത് കണ്ടോ ഈ ഒരു കളറിലായിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി നമ്മൾ കടലയിൽ ചേർത്ത് കുക്ക് ചെയ്തതുകൊണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറുത്ത കടലയാണ് റോസ്റ്റ് ചെയ്യുന്നതെങ്കിലും വെളുത്ത കടലയാണ് റോസ്റ്റ് ചെയ്യുന്നതെങ്കിലും കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. കുരുമുളക് പൊടിയുടെ എരിവാണ് കൂടുതൽ വേണ്ടത് കടല റോസ്റ്റിന്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മല്ലിപ്പൊടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. കടല കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഞാൻ സവോള വഴറ്റാൻ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്നു. രാജീവേട്ടൻ മുഴുവനും ഇളക്കി തന്നു. അതുകൊണ്ട് എൻ്റെ ജോലികൾ വളരെ എളുപ്പമായി. അപ്പോൾ കൂടുതൽ കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ കുക്കിങ്ങിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ട് നിന്ന് കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി നിന്ന് കുക്ക് ചെയ്യും. നമ്മൾ ജോലികൾ ചെയ്തു പോകുന്ന ആ ഒരു സമയം പോകുന്നത് അറിയില്ല. വേഗം തന്നെ നമ്മുടെ ജോലികൾ തീരും. കുക്കിംഗ് ഇൻട്രസ്റ്റോടെ ചെയ്യാം. പിന്നെ നമുക്കൊന്ന് വയ്യാന്നുണ്ടെങ്കിൽ കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് വയ്യായ്മ എന്തെങ്കിലും വരികയാണെങ്കിൽ പോലും അവരത്യാവശ്യം കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പൊടികൾ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോഴും കുക്കായി വന്നോളും. ഞാൻ മുളക് പൊടിയിൽ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കറിയുടെ എരിവ് കൂടിപ്പോവും. നമുക്ക് ഈ കുരുമുളക് പൊടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് കുക്കാവട്ടെ. കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടിയേക്കാൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കും കേട്ടോ കുക്കാവാനായിട്ട്. പക്ഷേ കളർ നല്ല ഭംഗിയുള്ള കളറും കിട്ടും. അപ്പോൾ ഇത് ഞാൻ 2ആയിട്ട് കറി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കടല റോസ്റ്റ് കിച്ചൂസ് കഴിക്കില്ല. അപ്പോൾ കിച്ചൂസിനായിട്ട് ചന്ന മസാല ഉണ്ടാക്കണം, ഞങ്ങൾക്കായിട്ട് കടല റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ കടല റോസ്റ്റ് നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം. അതുകൊണ്ടാണ് 2 രീതിയിൽ. അപ്പോൾ ഒരുമിച്ച് കടല വേവിക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം വേവിച്ച് സമയം കളയണ്ട, പാത്രം കഴുകണ്ട. ഇനിയിപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർക്കുകയാണ്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ചേർക്കാം. ഇനി തക്കാളി ചേർത്തിട്ട് തക്കാളിയുടെ കൂടെ തന്നെ കറിവേപ്പില ചേർക്കാം. ഞാനിപ്പോൾ 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ട് 2 തണ്ടേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് അവസാനം ചേർക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ തക്കാളി ഉടഞ്ഞു വരാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൊരു ടിപ്പുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം ഇളക്കി കൊടുക്കുക. വീണ്ടും ആ വെള്ളം വറ്റി കഴിയുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തക്കാളി കുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു തുടങ്ങാം. ഇപ്പോൾ ഇതാ നമ്മൾ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെയാണ് കൂടുതലും ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ തക്കാളി എളുപ്പത്തിൽ കുക്ക് ചെയ്യാനുള്ള പരിപാടി കാണിച്ചു തരാം. ചില തക്കാളി ഉടഞ്ഞു വരാൻ കുറച്ച് സമയം കൂടുതലെടുക്കും. കുറച്ച് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ വെള്ളം വറ്റിക്കഴിഞ്ഞു.
അപ്പോൾ ഇതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ചേർക്കുക. ഇത് 2-3 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി വേഗം കുക്കായി കിട്ടും. ഇതൊക്കെ ഈ തക്കാളി ഉടഞ്ഞ് കിട്ടുന്ന കറികളിൽ എപ്പോഴും ചെയ്യാവുന്ന ടിപ്സാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സവോളയും നന്നായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ ഞാനിതിൽ കടല കുക്ക് ചെയ്തത് പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും, ഈ വെള്ളവും കൂടെ വറ്റി കഴിയുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കടല റോസ്റ്റായിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട റോസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കറികൾ ഉണ്ടാക്കാം ഒരേ മിക്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. മുഴുവൻ ഇട്ടോളൂ. അപ്പോൾ കടലയിൽ കുറച്ച് വെള്ളം ഉണ്ടാവണം കേട്ടോ, എങ്കിലേ കടലയിലേക്ക് നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയി വരുള്ളൂ. അപ്പോൾ കുക്ക് മാറി. ഈ കുക്ക് സംസാരിക്കില്ല, ജോലികളൊക്കെ ചെയ്യും, പക്ഷെ സൗണ്ട് പുറത്തേക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്യാമറ ഓഫ് ചെയ്താലേ കുക്ക് സംസാരിക്കൂ. അപ്പോൾ ഇതിന് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമ്മൾ കടല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോഴേ മസാലകൾ നന്നായിട്ട് കടലയിലേക്ക് പൊതിഞ്ഞു വരുള്ളൂ. പിന്നെ കടല റോസ്റ്റ് ഉണ്ടാക്കാനുള്ള വേറൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കടല വറുത്തരച്ച് കറി ഉണ്ടാക്കില്ലേ പുട്ടിനൊക്കെ ആയിട്ട്, ആ കടലക്കറി വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ആ ഗ്രേവിയൊക്കെ വറ്റിച്ച് നന്നായിട്ട് കടലയിലേക്ക് മിക്സ് ആവുന്നത് വരെ വറ്റിച്ചെടുക്കും. അങ്ങനെയും നമുക്ക് കടല റോസ്റ്റ് ഉണ്ടാക്കാം. അത് വേറൊരു രീതി. ബാക്കി വരുന്ന കറി ഉപയോഗിച്ചിട്ടുള്ള രീതി ഇങ്ങനെയും കടല റോസ്റ്റ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിരുന്ന് കടലയിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കില്ല. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് പിടിച്ചു വരട്ടെ മസാലയൊക്കെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ കടലയിൽ ഗ്രേവിയൊക്കെ വറ്റി മസാല കടലയിലേക്ക് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഡ്രൈ ആക്കുന്നില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആവും. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പെരിഞ്ജീരകപ്പൊടി ചേർത്താലേ കടല റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതല്ല, വെറുതെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടല റോസ്റ്റിൻ്റെ പരിപാടി. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങളുടെ കടല റോസ്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു. മനുഷ്യരല്ലേ, പറയുമ്പോഴേക്കൊക്കെ തെറ്റിപ്പോലെ. അപ്പോൾ എന്തായാലും എല്ലാവരും കടല റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട്, നമ്മുടെ കറുത്ത കടല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഈ കടല ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടമാവും. അതുപോലെ ബാച്ചിലേഴ്സിനാണെങ്കിലും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും പറയുന്നല്ലേ, പിന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.